ഹലോ, എല്ലാവർക്കും LLV ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിഡറേഷൻ അണ്ടർ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സെക്ഷൻ 2 ക്ലോസ് D ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ് കൺസിഡറേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളതാണ്. ഒരു പാർട്ടി ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് അയാൾക്ക് ലഭിക്കുന്ന ഒരു സാധനം, അതാണ് ഈ കൺസിഡറേഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ആക്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. When at the desire of the promisor, the promisee or any other person has done or abstained from doing or does or abstains from doing or promises to do or abstain from doing something, such act or abstinence is called as consideration for the promisee. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പ്രോമിസറുടെ ആഗ്രഹം അതല്ലെങ്കിൽ വിഷയപ്രകാരം പ്രോമിസി ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുകയാണ്, അതല്ലെങ്കിൽ പ്രോമിസി ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഈ ചെയ്യലും വിട്ടുനിൽക്കലൊക്കെ പാസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കാം. ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അയാൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യാണ്ട് വിട്ടു നിന്നിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ പെർട്ടിക്കുലർ കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യും, അതല്ലെങ്കിൽ ഭാവിയിൽ താൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ചെയ്യില്ല എന്നോ പ്രോമിസ് ചെയ്യുകയാണ്. സോ ഈ അബ്സ്റ്റനൻസിനെയോ അതല്ലെങ്കിൽ ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നതിനെയോ ആണ് നമ്മൾ ഈ കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോമിസറുടെ ആഗ്രഹപ്രകാരം നമ്മുടെ പ്രോമിസി എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ആൻഡ് ആ ആക്ട് ഓഫ് ഡൂയിങ്ങിനെയോ അതല്ലെങ്കിൽ ആ അബ്സ്റ്റനൻസിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസിഡറേഷൻ. ഇനിയപ്പോൾ നമ്മുടെ ഉള്ളിൽ അറൈസ് ചെയ്യുന്ന രണ്ട് ഡൗട്ട് എന്ന് പറയുന്നത്, എന്താണ് ഈ ആക്ട് ഓഫ് ഡൂയിങ്, അതല്ലെങ്കിൽ എന്താണ് ഈ അബ്സ്റ്റനൻസ് എന്നുള്ളതാവും. സോ അതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഡൂയിങ് സംതിങ് എന്നുള്ള ആ ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്യാം. പീറ്റർ ആൻഡ് ജോൺ, ഈ രണ്ട് പേഴ്സൺസ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. സോ പീറ്റർ ജോണിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അതായത് ഒരു മാസത്തിനുള്ളിൽ താൻ ജോണിന് ഒരു 15 കർട്ടൻ ഡെലിവർ ചെയ്യും എന്നുള്ളത്. സോ ജോൺ തിരിച്ച് പീറ്ററിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, താൻ കർട്ടൻ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തനിക്ക് 3000 രൂപ തരും എന്നുള്ളത്. In this contract, John's promise to pay rupees 3000 on delivery is the consideration for Peter's promise. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ ജോൺ പറയുന്നുണ്ട്, കർട്ടൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പീറ്ററിന് താൻ 3000 രൂപ കൊടുക്കും എന്നുള്ളത്. സോ ജോണിന്റെ ഈ ഒരു പ്രോമിസ് ആണ് പീറ്ററിന്റെ പ്രോമിസിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓൾസോ പീറ്റേഴ്സ് പ്രോമിസ് ഓഫ് ഡെലിവറിംഗ് 15 കർട്ടൻ is the consideration of John's promise to pay. അതുപോലെ തന്നെ പീറ്റർ ജോണിന് കൊടുക്കുന്നുണ്ട് ഒരു പ്രോമിസ്, അതായത് 15 കർട്ടൻ താൻ ഒരു മാസത്തിനുള്ളിൽ ഡെലിവർ ചെയ്യും എന്നുള്ളത്. സോ ഈ ഒരു പ്രോമിസ് ആണ് പൈസ കൊടുക്കും എന്ന് ജോൺ കൊടുത്തിട്ടുള്ള പ്രോമിസിന്റെ കൺസിഡറേഷൻ എന്നും പറയുന്നത്. അതായത് ഇവർ പരസ്പരം കൊടുക്കുന്ന പ്രോമിസ് ആണ് ഇവിടുത്തെ കൺസിഡറേഷൻ ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോട്ട് ഡൂയിങ് സംതിങ്, അതായത് അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എന്നുള്ള ആ ഒരു ടേം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പീറ്റർ ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം ഹിസ് ഫ്രണ്ട് ജോൺ. ജോൺ എന്നുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പീറ്റർ എന്നുള്ള ഒരു വ്യക്തി കുറച്ച് പൈസ ലോൺ രൂപത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പീറ്റർ എന്ത് ചെയ്തിട്ടില്ല, അത് ഇതുവരെ ജോണിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ജോൺ നമ്മുടെ പീറ്ററിന് ഒരു ദിവസം പ്രോമിസ് കൊടുക്കുകയാണ്, അതായത് ജോൺ പ്രോമിസ് ചെയ്തു, ഞാൻ നിങ്ങൾക്കെതിരെ, അതായത് പീറ്ററിനെതിരെ കേസ് ഒന്നും കൊടുക്കില്ല, ബട്ട് പീറ്റർ എനിക്കൊരു പ്രോമിസ് തരണം, അതായത് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസ നിങ്ങൾ തിരിച്ചു തരും എന്നുള്ളത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ജോൺ പീറ്ററിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അതായത് ഞാൻ നിങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കില്ല, ലീഗൽ ആക്ഷൻ ഒന്നും എടുക്കില്ല, ബട്ട് പീറ്റർ എനിക്കൊരു പ്രോമിസ് തരണം, അതായത്
ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസ നിങ്ങൾ തിരിച്ചു തരും എന്നുള്ളത്. In this case, abstinence on the part of John is due to the consideration of Peter's promise of repayment of the loan. So, ഈ ഒരു കേസിൽ ജോൺ എന്ത് ചെയ്യാണ്? കേസ് കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. സോ ജോൺ എങ്ങനെയാണ് ആ പിന്മാറുക എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചേർന്നത്? അതായത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പീറ്റർ, അതായത് ഒരാഴ്ചക്കുള്ളിൽ ലോൺ കൊടുക്കും എന്നുള്ളത്. ആ ഒരു പ്രോമിസിന്റെ പുറത്താണ് ജോൺ ഈ അബ്സ്റ്റനൻസ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അബ്സ്റ്റനൻസ് ഓൺ ദ പാർട്ട് ഓഫ് ജോൺ ഈസ് ഡ്യൂ ടു ദ കൺസിഡറേഷൻ ഓഫ് പീറ്റേഴ്സ് പ്രോമിസ് ഓഫ് റീപേയ്മെന്റ് ഓഫ് ദ ലോൺ. അതായത് ലോൺ താൻ ഒരാഴ്ചക്കുള്ളിൽ അടയ്ക്കും എന്നുള്ള ഒരു പ്രോമിസാണ് ഇവിടെ ജോണിന്റെ ഭാഗത്തു നിന്നുള്ള അബ്സ്റ്റനൻസിന്റെ കൺസിഡറേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് essentials of valid consideration കുറിച്ചിട്ട് നോക്കാം. Consideration must move at the desire of the promiser. അതായത് പ്രോമിസർ ആണ് തീരുമാനിക്കേണ്ടത് അയാൾക്ക് തിരിച്ച് എന്താണ് ഇങ്ങോട്ട് കൺസിഡറേഷൻ ആയിട്ട് കിട്ടേണ്ടത് എന്നുള്ളത്. പ്രോമിസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ഹൂ മേക്സ് ദ പ്രോമിസ്. ഏത് വ്യക്തിയാണോ പ്രോമിസ് മേക്ക് ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് പ്രോമിസർ. ആൻഡ് ആ പ്രോമിസ് സ്വീകരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് പ്രോമിസി എന്ന് പറയുന്നത്. സോ എപ്പോഴും പ്രോമിസർ ആയിരിക്കും തീരുമാനിക്കുക തനിക്ക് തിരിച്ച് എന്താണ് ഇങ്ങോട്ട് കൺസിഡറേഷൻ ആയിട്ട് ലഭിക്കേണ്ടത് എന്നുള്ളത്. സോ ഇപ്പോ പ്രോമിസർ പറയാണ് നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ പ്രോമിസിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് തീരുമാനിക്കാം എന്ത് വേണം കൺസിഡറേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ, അതിനെ നമ്മൾ ഒരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ബട്ട് അങ്ങനെ ഒരു വാക്ക് നമ്മുടെ പ്രോമിസർ കൊടുത്തിട്ടേയില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ പ്രോമിസിയോ കൊണ്ടുവരുന്ന ആ ഒരു കൺസിഡറേഷനെ നമ്മൾ ഒരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി റോഡ് കൂടെ നടന്നു പോവുമായിരുന്നു. അയാളുടെ ജോലി കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് നടന്നു പോവുമായിരുന്നു. അപ്പോഴാണ് തൻ്റെ അയൽവാസിയുടെ വീട് നിന്ന് തീ പിടിച്ച് കത്തുന്നത് ഈ വ്യക്തി കാണുന്നത്. ഉടൻ അയാൾ എന്ത് ചെയ്തു? അയാൾ കുറച്ച് പൈപ്പും ടാങ്കും വെള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ തീ അണച്ചു. അങ്ങനെ തീ അണച്ചതിന് ശേഷം ഈ വ്യക്തി മറ്റേ വ്യക്തിയോട് പറയാണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പൈസ ചെലവായി, സോ എനിക്ക് ചെലവായ പൈസ നിങ്ങൾ ഇങ്ങോട്ട് തരണം എന്നുള്ളത്. ബട്ട് ഇവിടെ ആ വ്യക്തിക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അയാളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് അയാൾ ആ വീട്ടിലെ തീയൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോമിസർ ആയിട്ടുള്ള, അതായത് ഏത് വ്യക്തിയുടെ വീടാണ് കത്തിയിട്ടുള്ളത് ആ വ്യക്തിനെയാണ് നമ്മളിവിടെ പ്രോമിസർ ആയിട്ട് കണക്കാക്കുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടപ്രകാരമല്ല, ആ വ്യക്തിയുടെ ഡിസയർ പ്രകാരമല്ല ഇവിടെ നമ്മുടെ മറ്റേ വ്യക്തി തീ അണക്കുകയും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കൺസിഡറേഷൻ may move from the promisee to any other person. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് പ്രോമിസർ കൺസിഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത്. ബട്ട് ഈ ഒരു പോയിന്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ പ്രോമിസിയിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ കാര്യം മറ്റൊരു പേഴ്സണിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പ്രോമിസർ കൺസിഡറേഷൻ തീരുമാനിച്ചു, ബട്ട് നമ്മുടെ പ്രോമിസിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല, അയാള് ഏബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിക്ക് ഈ കൺസിഡറേഷൻ തിരിച്ചു കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ പോയിന്റിൽ വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ആദ്യം ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ ഉണ്ടല്ലോ, ആ ഡെഫിനിഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്നുള്ളത്. സോ പ്രോമിസിക്ക് മാത്രമല്ല മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. പീറ്റർ എന്നുള്ള ഒരു വ്യക്തി അയാളുടെ മകനായിട്ടുള്ള ഒലിവറിന് ഒരു അപ്പാർട്ട്മെന്റ് കൊടുക്കുകയാണ്. എന്നിട്ടൊരു കണ്ടീഷനും വെച്ചു, എല്ലാ വർഷവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇവരുടെ അങ്കിൾ ആയിട്ടുള്ള, അതായത് ഈ ഒലിവറിന്റെ അങ്കിൾ ആയിട്ടുള്ള ജോണിന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അച്ഛൻ മകന് ഒരു അപ്പാർട്ട്മെന്റ് കൊടുത്തു, ഒരു കണ്ടീഷന്റെ പുറത്താണ്, അതായത് എല്ലാ വർഷവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അദ്ദേഹത്തിന്റെ മാമന് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളത്.
ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മുടെ ഒലിവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, ഒരു ഡീഡ് എക്സിക്യൂട്ടും ചെയ്തു. അതായത് എല്ലാ വർഷവും ജോൺ എന്നുള്ള തൻ്റെ അങ്കിളിന് താൻ ഇത്ര എമൗണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. ബട്ട് എന്തുണ്ടായി, ഒലിവർ ഈ പൈസ ജോണിന് കൊടുക്കുന്നതിൽ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ജോൺ എന്ത് ചെയ്തു, ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അതായത് നമ്മുടെ ഒലിവറുടെ കയ്യിൽ നിന്ന് ഈ കിട്ടാത്ത പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കിൾ എന്ത് ചെയ്തു, ജോൺ എന്ത് ചെയ്തു, നമ്മുടെ ഒലിവറിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സ്യൂട്ട് ഫയൽ ചെയ്ത സമയത്ത് ഒലിവർ അവിടെ പ്ലീഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് എൻ്റെ ഭാഗത്തു നിന്നല്ല കൺസിഡറേഷൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒലിവർ പറഞ്ഞു അയാൾ ലയബിൾ അല്ല, കാരണം ഞാനല്ല ആ കൺസിഡറേഷൻ മൂവ് ചെയ്തിട്ടുള്ളത് എന്ന്. സോ ഇവിടെ കോർട്ട് എന്ത് ചെയ്തു, നമ്മുടെ ആ കോൺട്രാക്ട് ആക്ടിൽ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുള്ള പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്നുള്ള കാര്യം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോണിന് ഈ ഒരു പെർട്ടിക്കുലർ സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഇതിൻ്റെ പുറത്ത് കേസ് കൊടുക്കാവുന്നതാണ് എന്ന് തന്നെയാണ് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോമിസിക്ക് മാത്രമല്ല മറ്റൊരു വ്യക്തിക്കും മറ്റേതെങ്കിലും വ്യക്തിക്കും എന്ത് ചെയ്യാം, ഈ കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷനെയും അതുപോലെ തന്നെ പ്രസന്റ് കൺസിഡറേഷനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ കൺസിഡറേഷനെയും നമ്മൾ വാലിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് കൺസിഡറേഷൻ ക്യാൻ ബി ഇൻ ദ പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. സോ എന്താണ് ഈ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷനെ പറയുന്ന പേരാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്നുള്ളത്. അതായത് പ്രോമിസറുടെ ഇഷ്ടപ്രകാരം ഓൾറെഡി നമ്മുടെ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ. ഇവിടെ പ്രത്യേകിച്ച് എഗ്രിമെന്റ് ഒന്നും ഫോം ചെയ്തിട്ടില്ല, അതായത് ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ബട്ട് അതിനു മുന്നേ തന്നെ നമ്മുടെ കൺസിഡറേഷൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാണ്. അതായത് ഒരു വ്യക്തി ബി എന്നുള്ള ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങി ചാവാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് എ എന്ത് ചെയ്യാണ്, ഈ ബി എന്നുള്ള വ്യക്തിനെ എന്ത് ചെയ്തു, വെള്ളത്തിൽ നിന്ന് മുങ്ങിച്ചാവുന്നതിൽ നിന്ന് രക്ഷിച്ചു. സോ ആ സമയത്ത് ഈ ബി എന്നുള്ള വ്യക്തി എയോട് പറയാണ്, എന്നെ നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ രക്ഷിച്ചതല്ലേ, ഞാൻ നിങ്ങൾക്ക് ഇതിന് എൻ്റെ ഒരു സന്തോഷം എന്നുള്ള പോലെ ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരാമെന്നുള്ളത്. സോ ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു പാസ്റ്റ് കൺസിഡറേഷൻ ആണ്. അതായത് ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടും കൂടിയില്ല, അതിനു മുന്നേ തന്നെയാണ് ഇവർ ഒരു ഇതിലെത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു കൺസിഡറേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവരെന്ത് ചെയ്യാണ്, കൺസിഡറേഷൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ട്, വെള്ളത്തിൽ നിന്ന് മുങ്ങി മരിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചതിന്. ഇനി നമുക്ക് എന്താണ് ഈ പ്രസന്റ് കൺസിഡറേഷൻ എന്ന് നോക്കാം. പ്രസന്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇവിടെ പ്രോമിസും കൺസിഡറേഷനും ഒരേ സമയത്ത് ഒരേപോലെ നടക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയണം. ഒരു വ്യക്തി ഒരു കടയിൽ പോവുകയാണ്, എന്നിട്ട് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങണം. ആ ചിപ്സ് വാങ്ങിയതും അയാൾ കടക്കാരൻ എന്ത് ചെയ്യണം, പൈസ സെയിം സ്ഥലത്ത് വെച്ച് തന്നെ കൊടുക്കണം. സോ ഇവിടെ രണ്ടും, അതായത് ഈ പ്രോമിസും കൺസിഡറേഷനും ഒരേപോലെ ഒരുമിച്ച് നടക്കുകയാണ്. ഇനി എന്താണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നുള്ളത് നോക്കാം. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൺസിഡറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് കോൺട്രാക്ട് ഫോം ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൺസിഡറേഷൻ തീരുമാനിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെയും വയ്ക്കാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുകയാണ്, 15 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് 7 കർട്ടൻ ഡെലിവറി ചെയ്യും എന്നുള്ളത്. സോ മറ്റേ വ്യക്തി പറയുകയാണ്, നിങ്ങൾ എനിക്ക് കർട്ടൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഞാൻ നിങ്ങൾക്ക് 2000 രൂപയും തരും എന്നുള്ളത്. ഇത് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ കൺസിഡറേഷനുള്ള എക്സാമ്പിൾ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരും. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അതായത് നമ്മൾ
ചെയ്തിട്ടുള്ള എമൗണ്ടിന് ഈക്വൽ ആയിക്കൊള്ളണം ഈ കൺസിഡറേഷൻ എന്നത് നിർബന്ധമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ പ്രോമിസിന് ആഡ്വക്കേറ്റ് ആയിക്കൊള്ളണം ഈ കൺസിഡറേഷൻ എന്ന് നിർബന്ധമില്ല എന്നാണ് ഈ എസെൻഷ്യലിന്റെ അണ്ടറിൽ പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാനൊരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ്. സോ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ആ കുട്ടി ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ 100 രൂപയാണ് വാങ്ങാറ്, പക്ഷെ നിങ്ങൾ 75 രൂപ തന്നാൽ മതി എന്നുള്ളത്. സോ ആ 75 രൂപ നിങ്ങൾ എനിക്ക് തരുന്നത് ഒരിക്കലും കൺസിഡറേഷൻ അല്ലാണ്ട് ആയി മാറുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കൺസിഡറേഷൻ എപ്പോഴും നമ്മുടെ പ്രോമിസിന് ഈക്വൽ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. പക്ഷെ നിയമത്തിന്റെ കണ്ണൽ പ്രകാരം അതിന് കുറച്ചൊരു വാല്യൂ ഉണ്ടായിരിക്കണം. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് പകരം ആ സ്റ്റുഡന്റ് എനിക്ക് 75 രൂപയാണ് തന്നത് എന്ന് വിചാരിച്ചിട്ട് അതിനൊരു വാലിഡ് കൺസിഡറേഷൻ അല്ലാണ്ടായി മാറുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു 75 റുപ്പീസ് അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ, സർട്ടൈൻ ആൻഡ് ലോഫുൾ. അൺറിയൽ ആയിട്ടുള്ള, അതല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ടുള്ള, അതല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷനെ നമ്മൾ എപ്പോഴും എന്താണ് ഒരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ എൻ്റെ കാറ് വിൽക്കാൻ പോവാണ്. പക്ഷെ ഞാൻ പറയാണ് എന്ത് പൈസ നിങ്ങൾ തരണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ പ്രത്യേകിച്ച് പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ല എന്നുള്ളത്. സോ ഞാൻ പറയുന്നത് വാട്ട് എവർ പ്രൈസ് എന്നുള്ളതാണ്. അതായത് എനിക്ക് അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല, എനിക്ക് അവിടെ ഒരു സർട്ടൈൻ എമൗണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. നിങ്ങൾ എൻ്റെ പൈസ തരുന്നു, ഞാൻ അത് സ്വീകരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. സോ അവിടെ ഞാനൊരു അൺസർട്ടൈൻ ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ് ആവശ്യപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, അതൊരു വോയിഡ് കൺസിഡറേഷൻ ആണ്. വേറൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ പറയാണ്, നിങ്ങൾ മറ്റവനെ പോയിട്ട് തല്ലി കൊന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാമെന്നുള്ളത്. അതും അതെ, അതൊരു ഇല്ലീഗൽ കൺസിഡറേഷൻ ആണ്. സോ കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആയിരിക്കണം, സർട്ടൈൻ ആയിരിക്കണം, അതുപോലെ ലോഫുൾ ആയിരിക്കണം. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അത് നിന്ന് അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. സോ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കൺസിഡറേഷനെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കൺസിഡറേഷൻ എന്നും, അതുപോലെ തന്നെ ആ ആക്ട് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കൺസിഡറേഷനെ നെഗറ്റീവ് കൺസിഡറേഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.